ഹായ് ഓൾ. ഇത് പ്രൈസിങ് സ്ട്രാറ്റജിയുടെ സെക്കൻഡ് വീഡിയോ ആണ്. അതായത് ഫസ്റ്റ് വീഡിയോൻ്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ ഇതിന് തൊട്ട് മുമ്പുള്ള പ്രൈസിങ് സ്ട്രാറ്റജീൻ്റെ ഫസ്റ്റ് വീഡിയോ കണ്ടതിന് ശേഷം മാത്രം കാണാൻ ശ്രമിക്കുക. ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയത് സൈക്കോളജിക്കൽ പ്രൈസിങ് ആയിരുന്നു. ഇനി നമ്മളതിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിൽ ഗോയിങ് റേറ്റ് പ്രൈസിങ് പറയാം. ഈ ഗോയിങ് റേറ്റ് പ്രൈസിങ്ങിന് ഒരു പ്രത്യേകത ഉണ്ട്. ബിക്കോസ് ഹൈലി കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള മാർക്കറ്റിലൊന്നും എന്തല്ല ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രൈസിങ് അല്ല. കാരണം ഹൈലി കോമ്പറ്റീറ്റീവ് മാർക്കറ്റിൽ മാർക്കറ്റ് ഷെയർസ് ഏറ്റവും കൂടുതൽ മാർക്കറ്റ് ലീഡർ ഉണ്ടായിരിക്കും. ആ മാർക്കറ്റ് ലീഡർ മാക്സിമം മാർക്കറ്റ് ഷെയർ ഒക്യുപ്പൈ ചെയ്തിട്ടുള്ള ഒരു കമ്പനി ആയിരിക്കും. അപ്പോൾ അവരാണ് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസിങ് ഡിസിഷൻ എടുക്കുന്നത്. കാരണം അവർക്ക് എന്ത് ചെയ്യാം, വളരെ ലോവസ്റ്റ് പ്രൈസിലും ആ ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ സെയിൽ ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യും, പുതിയ കമ്പനികൾക്ക് ഒരിക്കലും എന്ത് ചെയ്യില്ല, സാധിക്കില്ല. കാരണം ചെറിയ ഒരു ലോസിന് ഒരിക്കലും അവരെന്ത് ചെയ്യില്ല, ആ പ്രൊഡക്റ്റ് വിൽക്കാൻ സാധിക്കില്ല. പക്ഷേ അപ്പോൾ മാർക്കറ്റ് ലീഡർക്ക് എന്ത് ചെയ്യാം, പുതിയ എൻട്രി ചെയ്യുന്ന ആളുകളെ തടുത്തു നിർത്താൻ പറ്റും. അപ്പോൾ ഈ ഗോയിങ് റേറ്റ് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഇവിടെ മൂന്നാമത്തെ പോയിന്റ് നിങ്ങൾക്ക് അറിയാം, വേർ കോമ്പറ്റീഷൻ ഈസ് ലിമിറ്റഡ് കോമ്പറ്റീഷൻ ഉള്ള സമയത്താണ്, അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിലാണ് നമ്മൾ യൂസ് ചെയ്യുക. ആൻഡ് എസ്പെഷ്യലി ബാങ്ക്സ്, പെട്രോൾ, സൂപ്പർ മാർക്കറ്റ് ആൻഡ് ഇലക്ട്രിക് ഗുഡ്സ് എന്ന് പറയുമ്പോൾ ഫൈൻഡ് വെരി സിമിലർ പ്രൈസസ്. കാരണം ഒരിക്കലും പെട്രോളിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള പൈസ അല്ലെങ്കിൽ സെയിലിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും പ്രൈസിങ് സ്ട്രാറ്റജി ഡിഫറെൻ്റ് ആക്കാൻ കഴിയില്ല. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളാണ് അതിനെയാണ് ഗോയിങ് റേറ്റ് പ്രൈസിങ് എന്ന് പറയുന്നത്. പിന്നെ പെട്രോളിന് ചെറിയ രീതിയിലുള്ള ഡിഫറൻസസ് വരും ബിക്കോസ് ഓഫ് ഇറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ്. അത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചസ് ആണ് എന്ത് ചെയ്യുന്നത്, വരുന്നത്. ബാക്കി അതുകൂടാതെ തന്നെ ചിലപ്പം സ്റ്റേറ്റ് ടാക്സുകളിലൊക്കെ ചില ഡിഫറൻസ് വരുമെങ്കിൽ പോലും എന്താണ്, ബാക്കിയുള്ളതൊക്കെ ഗോയിങ് റേറ്റിലാണ് ഈ പെട്രോളും മറ്റുള്ള ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റുകളിലെ ചില ഷോപ്പുകൾ MRP ഗുഡ്സൊക്കെ ഉള്ളത്. കാരണം അതൊരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇനി അടുത്തത് ടെൻഡർ പ്രൈസിങ്. ടെൻഡർ പ്രൈസിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും പത്രങ്ങളിലൊക്കെ കേൾക്കുന്ന ടെൻഡർ വിളിക്കാൻ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഗവൺമെൻറ്റിൻ്റെ ചില പ്രൊജക്റ്റുകൾക്കൊക്കെ അല്ലെങ്കിൽ PWD വർക്കിനൊക്കെ ടെൻഡർ വിളിച്ചത് മെനി കോൺട്രാക്ടേഴ്സ് അവാർഡഡ് ഓൺ ദ ടെൻഡർ ബേസ്. എന്നാൽ പല കോൺട്രാക്ടേഴ്സിനും അവർക്ക് എന്ത് ചെയ്യാം, ടെൻഡർ സബ്മിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരിക്കും. ആൻഡ് ഫേംസ് സബ്മിറ്റ് ദ പ്രൈസ് ഫോർ ക്യാരിങ് ഔട്ട് ദ വർക്ക്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു റോഡ് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു PW വർക്ക് നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ബ്രിഡ്ജിൻ്റെ വർക്ക് ഉണ്ട്. അപ്പോൾ പല കമ്പനികൾ, അത് ഓപ്പൺ ടെൻഡർ ആണെങ്കിൽ പല കമ്പനികൾ അവരെന്ത് ചെയ്യും, അവരുടെ പ്രൊപ്പോസൽസ് അവർ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊപ്പോസൽസ് എന്ത് ചെയ്യും, സബ്മിറ്റ് ചെയ്യും. ആൻഡ് ആരാണോ, ഇപ്പോൾ ഗവൺമെൻറ് അതോറിറ്റീസ് ആണെങ്കിൽ അവർ ചൂസ് ചെയ്യും, അല്ലെങ്കിൽ ആരാണോ ആ ടെൻഡർ വിളിച്ചിട്ടുള്ളത് അവരെന്ത് ചെയ്യുന്നു, ചൂസ് ചെയ്യുന്നു ഏതാണ് ബെസ്റ്റ് വാല്യൂ എന്നതിന് വെച്ചിട്ട് അവർ ചൂസ് ചെയ്യുന്നു. അത്തരത്തിലുള്ള പ്രൈസിങ് ആണ് എന്ത് പറയുന്നത്, ടെൻഡർ പ്രൈസിങ് എന്ന് പറയുന്നത്. ഓക്കെ. പിന്നെ അടുത്തൊരു പ്രൈസിങ് ആണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇത് നമ്മളെല്ലാവരും ഇതിൽ കണ്ടിട്ടുള്ളൊരു പ്രൈസിങ് ആണ്. ചാർജിങ് ഡിഫറെൻറ്റ് പ്രൈസ് ഫോർ ദ സെയിം ഗുഡ് സർവീസസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്, അല്ലെങ്കിൽ റിക്വയർസ് ഈച്ച് മാർക്കറ്റ് ടു ബി ഇംപെനട്രേറ്റബിൾ, റിക്വയർസ് ഡിഫറെൻറ്റ് പ്രൈസ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് ഇൻ ഈച്ച് മാർക്കറ്റ്. ആൻഡ് എക്സാമ്പിൾ കൊടുത്തുള്ളത് പ്രൈസസ് ഫോർ റെയിൽ ട്രാവൽ ഡിഫറെൻറ്റ് ഫോർ സെയിം ജേർണി അറ്റ് ഡിഫറെൻറ്റ് ടൈംസ് ഓഫ് ദ ഡേ. കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള എക്സാമ്പിൾ പറയാം. അത് ഫസ്റ്റ് പോയിന്റ് ഒന്നുകൂടി ഞാൻ സ്ട്രെസ് ചെയ്ത് പറയുന്നു. ചാർജിങ് എ ഡിഫറെൻറ്റ് പ്രൈസ് ഫോർ ദ സെയിം ഗുഡ് ഓർ സർവീസ് ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ നമുക്കെല്ലാവരും നമ്മൾ ബ്രാൻഡഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സുകൾ യൂസ് ചെയ്യുന്ന ആളുകളാണ്. എസ്പെഷ്യലി ജെൻസ് ഐറ്റംസ് ആയിട്ടുള്ള നിങ്ങൾ കുറേ ബ്രാൻഡുകൾ കേട്ടിട്ടുണ്ടാവും. ലൂയിസ് ഫിലിപ്പ്, അല്ലെങ്കിൽ അലൻ സോളി, വാൻ ഹ്യൂസൺ പോലുള്ള, അല്ലെങ്കിൽ പീറ്റർ ഇംഗ്ലണ്ട് പോലുള്ള ബ്രാൻഡുകൾ. ഇത് കേരളത്തിൽ അതേ പ്രൈസിങ് സ്ട്രാറ്റജി ആവില്ല എന്ത് ചെയ്യുക, കർണാടകയിൽ ഉണ്ടാവുക. അതേപോലെ ആവില്ല തമിഴ്നാട്ടിൽ ഉണ്ടാവുക. പക്ഷേ സെയിം പ്രൊഡക്റ്റാണ്, ബട്ട് എന്താണ്, അവിടെ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ നടക്കുന്നുണ്ട്. കേരളത്തിൽ കുറച്ചും കൂടി എന്താണ്, പ്രൈസ് ഹൈക്കാണ്. ബട്ട് ഇൻ കർണാടക എന്താണ്, ദേ ആർ ഗിവിങ് സോ മെനി ഓഫേഴ്സ്. കുറേ ഓഫേഴ്സും ഡിസ്കൗണ്ടുകളും എന്തുണ്ട് കർണാടക റീജിയനിൽ അവർ കൊടുക്കുന്നുണ്ട്. അതൊരു പ്രൈസ് ഡിസ്ക്രിമിനേഷനാണ്. ഇനി അതൊന്നും വേണ്ട, കുറച്ചും കൂടി വളരെ സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ ഞാൻ പറയാം. എസ്പെഷ്യലി നമ്മളെല്ലാവരും ഈ മാളുകളിലൊക്കെ മൂവീസ് കാണാൻ പോവാറുണ്ട്, മൾട്ടിപ്ലക്സുകളിലൊക്കെ. അവിടെയുള്ള പ്രൈസിങ് എന്ന് പറയുന്നത് വർക്കിംഗ് ഡേയിൽ മൺഡേ ടു തേഴ്സ്ഡേ എന്തായിരിക്കും, ഒരു പ്രൈസിങ് ആയിരിക്കും. ആ സെയിം മൂവി കാണാൻ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഷോക്ക് ഒരു ടിക്കറ്റ് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ 150 രൂപക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സെയിം ഒരു ഫിലിമിന് നമുക്ക് എന്ത് ചെയ്യാം, ടിക്കറ്റ് എടുക്കാം. അതൊരു മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ പോലുള്ള വർക്കിംഗ് ഡേകളാണെങ്കിൽ. ഇനി പബ്ലിക് ഹോളിഡേ, ഫോർ എക്സാമ്പിൾ ഫ്രം ഫ്രൈഡേ നൈറ്റ് മുതൽ സാറ്റർഡേ, സൺഡേ, വീക്കെൻഡുകളാകുമ്പോൾ അതെന്താവും, അത് 4 ഇരട്ടിയും അല്ലെങ്കിൽ 400-500 പോകും. സെയിം മൂവിയാണ് അല്ലെങ്കിൽ സെയിം ഷോ ആണെങ്കിൽ പോലും എന്ത് ചെയ്യും,
ചേഞ്ചസ് വരും. അതെന്താണ് ഒരു പ്രൈസ് ഡിസ്ക്രിമിനേഷൻ പ്രൈസിങ്ങിന് എന്താണ് എക്സാമ്പിളാണ്. അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും എന്താണ് പ്രൈസ് ഡിസ്ക്രിമിനേഷൻ കൊണ്ട് ഉദ്ദേശിച്ചത്. പിന്നെ അടുത്ത ഒരു കോമൺ പ്രൈസിംഗ് ആണ് പെനട്രേഷൻ പ്രൈസിംഗ് എന്ന് പറയുന്നത്. പെനട്രേഷൻ പ്രൈസ് എന്ന് പറഞ്ഞാൽ പ്രൈസ് സെറ്റ് ടു പെനട്രേറ്റ് ദ മാർക്കറ്റ്, കാരണം മാർക്കറ്റിനെ പെനട്രേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്ന് ഉദ്ദേശിക്കുന്നത് ലോ പ്രൈസ് ടു സെക്യൂർ ഹൈ വാല്യൂ. എന്നാൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ നമ്മൾ വളരെ ചെറിയ പ്രൈസ് കൊടുക്കും. എന്നാൽ മാക്സിമം കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനും മാക്സിമം സെയിൽ ചെയ്യാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ലോ പ്രൈസ് കൊടുക്കുന്നത്. അപ്പം എന്ത് ചെയ്യും കസ്റ്റമേഴ്സിന് എന്ത് ചെയ്യും ഏകദേശം ഒരു ഐഡിയ കിട്ടും. അതായത് ജിയോ അന്ന് ചെയ്തതൊരു എന്തായിരുന്നു ഏകദേശം പെനട്രേഷൻ പ്രൈസ് ആദ്യം ഫ്രീ ആയിട്ട് കൊടുത്തു, പിന്നെ എന്ത് ചെയ്തു മെല്ലെ 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 എന്ത് ചെയ്യും പെനട്രേഷൻ ചെയ്തു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ആ മൈൻഡിൽ ഓൾറെഡി നല്ലൊരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ട് അവരെന്ത് ചെയ്തു പിന്നെ അതിലെ പ്രൈസും കാര്യങ്ങളും ഡിറ്റർമിൻ ചെയ്തു. വളരെ ഇതിൽ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ പറയാൻ ഹൈ ആയിരിക്കണം എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പോലെ ഇത് രണ്ടുള്ള ഇതിൻ്റെ തൊട്ട് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുള്ള എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ എന്തുണ്ട് സ്കിമ്മിങ് പ്രൈസിങ് പറഞ്ഞിട്ടുണ്ട്. സ്കിമ്മിങ്ങിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പെനട്രേഷൻ. സ്കിമ്മിങ് എന്ന് പറയുമ്പോൾ ഹൈ റേറ്റ് ആയിരുന്നു ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ, പിന്നെ അത് എന്ത് ചെയ്യുന്നു ലോയിലോട്ട് വരികയായിരുന്നു ചെയ്യുന്നത്. അത് പറഞ്ഞാൽ എന്താ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ വളരെ ഷോർട്ട് ആയിട്ടുള്ള ടെക്നിക്കൽ ഗുഡ്സിനൊക്കെ പറയുന്നത്. ബിക്കോസ് എന്താണ് കൂടുതൽ കാലം ആ പ്രൊഡക്റ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. പക്ഷേ ഈ പെനട്രേഷൻ പ്രൈസിങ് എപ്പോഴും നമ്മൾ യൂസ് ചെയ്യലെന്ന് വെച്ചാൽ ഈ ലോഞ്ച് സ്യൂട്ടബിൾ ഫോർ പ്രൊഡക്ട്സ് വിത്ത് ലോങ് ആൻറ്റിസിപ്പേറ്റഡ് ലൈഫ് സൈക്കിൾ കൂടുതലുള്ള, കാരണം എന്താ വെച്ചാൽ ലോങ് റൺ പ്രോഫിറ്റാണ് നമ്മൾ ഇതിൽ എന്ത് ചെയ്യുന്നത് എയിം ചെയ്യുന്നത്. ആൻഡ് എസ്പെഷ്യലി ന്യൂ പ്രൊഡക്റ്റുകൾക്കൊക്കെയാണ് എന്ത് മേ ബി ഇറ്റ് യൂസ്ഫുൾ ഇഫ് ലോഞ്ചിങ് ഇൻ ടു എ ന്യൂ മാർക്കറ്റ്. ഒരു പുതിയ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുമ്പോൾ ഓൾറെഡി മാർക്കറ്റിൽ ചിലപ്പം കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാവും. ലോഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ പെനട്രേഷൻ പ്രൈസിങ് ആണ്, നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസവും അത് ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണെന്നൊക്കെ വാങ്ങിയെടുക്കും. കാരണം വളരെ ഹൈ പ്രൈസ് കൊടുത്ത് ഒരിക്കലും കസ്റ്റമേഴ്സ് വില്ലിങ് ആവില്ല എന്ത് ചെയ്യുന്നു ഒരു പുതിയ പ്രൊഡക്റ്റ് വാങ്ങാൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും വളരെ ലോസ്റ്റ് പ്രൈസ് എടുക്കുമ്പോൾ കസ്റ്റമേഴ്സ് ഓക്കെ അത് കുറച്ചൊക്കെ പൈസ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ ഒന്ന് വാങ്ങി നോക്കാം എന്നുള്ള ചിന്ത വന്ന് വാങ്ങുമ്പോൾ ക്വാളിറ്റി ഉണ്ടെങ്കിൽ പിന്നെ അടുത്ത പ്രാവശ്യം അവരത് എന്ത് ചെയ്യും വീണ്ടും അതവർ ഓപ്റ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ അല്ലെങ്കിൽ ഇൻട്രൊഡക്ഷൻ സ്റ്റേജിൽ എപ്പോഴും എന്ത് ചെയ്യുക വളരെ ചെറിയ പ്രൈസ് കൊടുക്കുക, പിന്നെ സ്വീകാര്യത കൂടി വരുന്നതിനനുസരിച്ച് പ്രൈസ് എന്ത് ചെയ്യുക കുറച്ച് വളരെ ചെറിയ രീതിയിൽ ഇൻക്രീസ് ചെയ്യുക. അത്തരത്തിലുള്ള പ്രൈസിങ്ങാണ് എന്ത് പറയുന്നത് പെനട്രേഷൻ പ്രൈസിങ് എന്ന് പറയുന്നത്. ഇതൊരു ഡിസ്ട്രോയർ പ്രൈസിങ് ആണ്. ഇത് പല രാജ്യങ്ങളിലും അല്ലെങ്കിൽ പല സ്ഥലങ്ങളിലും ഒരു ഇല്ലീഗലാണ് ആക്ച്വലി. ഇത് ഉദ്ദേശിക്കുന്നത് ഡെലിബറേറ്റ്ലി പ്രൈസ് കട്ടിംഗ് ഓർ ഓഫർ ഓഫ് ഫ്രീ ഗിഫ്റ്റ് ഓർ പ്രൊഡക്ട്സ് ടു ഫോഴ്സ് റിവൽസ് നോർമലി സ്മോളർ ആൻഡ് വീക്കർ ഔട്ട് ഓഫ് ദ ബിസിനസ് ഓർ പ്രിവെന്റ് ന്യൂ എൻട്രൻസ്. ഇത് ഉദ്ദേശിക്കുന്നത് നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യുക പ്രൈസ് വളരെ കുറക്കുക, അല്ലെങ്കിൽ വളരെയധികം ഓഫറുകൾ കൊടുക്കുക, അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പ്രൊഡക്റ്റുകൾ കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടായിരിക്കും പുതിയ ഒരു റിവൽ അല്ലെങ്കിൽ നമ്മളൊരു കോമ്പറ്റീറ്റർ പുതിയൊരാൾ എന്ത് ചെയ്തിട്ടുണ്ടാവും ആ മാർക്കറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അവർ ആ ബിസിനസ് നിന്ന് ഔട്ടാക്കാൻ വേണ്ടി ഇൻറ്റൻഷനലി ഓൾറെഡി ഉള്ള ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു കമ്പനി ചെയ്യുന്ന പ്രൈസിങ് ആണ് ഈ ഡിസ്ട്രോയ് പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രൊഡക്റ്റ് ഫ്രീ ആയിട്ട് കൊടുക്കുക എന്നുള്ളത് എന്തല്ല ഒരു പ്രാക്ടിക്കലി പോസിബിൾ അല്ല. പക്ഷേ ഇവർ ഓൾറെഡി ഡെലിബറേറ്റഡ് ആയിട്ട് ഈ ഡിസ്ട്രോയ് പ്രൈസിങ് ചെയ്യുന്നത് വലിയ കമ്പനികളാവും. അവർ ഓൾറെഡി കുറേ പ്രോഫിറ്റ് ആ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തുകൊണ്ട് ഓൾറെഡി ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ഇപ്പോൾ അവർക്ക് നഷ്ടത്തിൽ കൊടുത്താൽ പോലും എന്ത് ചെയ്യും ആ റിവൽസിന് ഒരിക്കലും ആ ഒരു സമയത്ത് ഇത്തരത്തിൽ ഡിസ്ട്രോയ് പ്രൈസിങ് ഉള്ള സമയത്ത് കസ്റ്റമേഴ്സ് ഇപ്പോൾ നമ്മളായാലും ഞാനായാലും ഞാൻ വാങ്ങുന്ന ഒരു പ്രൊഡക്റ്റിൻ്റെ അതേ ഒരു വേർഷൻ വേറൊരു കമ്പനി പുതിയതായി കൊണ്ടുവന്നു, ഞാൻ വാങ്ങുന്ന ഇപ്പോഴുള്ള പ്രൊഡക്റ്റ് എനിക്ക് ഫ്രീ ആയി കിട്ടുന്നു, പക്ഷെ അവർക്ക് പൈസ കൊടുത്ത് വാങ്ങുമെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ എന്ത് ചെയ്യും ഈ ഫ്രീ ആയി കിട്ടുന്നത് ഓപ്റ്റ് ചെയ്യും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ പുതിയ വന്ന കമ്പനികൾ നിലനിൽപ്പില്ലാതെ അവരെന്ത് ചെയ്യേണ്ടി വരും പൂട്ടിപ്പോകേണ്ട അവസ്ഥ വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് പല സ്ഥലങ്ങളും എന്താക്കുന്നത് ഇല്ലീഗലായിട്ട് കണക്കുന്നത്. അതാണ് സെക്കൻഡ് പോയിന്റിൽ പറഞ്ഞത് ആൻറ്റി കോമ്പറ്റീറ്റീവ് ഒരു സ്ട്രാറ്റജിയാണിത്. ആൻഡ് ഇല്ലീഗൽ ഇഫ് ഇറ്റ് ക്യാൻ ബി പ്രൂവ്ഡ് എന്നാണ്. അത് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇല്ലീഗലായിട്ടുള്ള രാജ്യങ്ങളിൽ അത്തരത്തിലുള്ള ലോ കാര്യങ്ങളുള്ള സ്ഥലത്താണെങ്കിൽ എന്താണ് ഇല്ലീഗൽ ആക്ടിവിറ്റി ആണെന്ന് പറയാം. ലാസ്റ്റ് പ്രൈസിങ് സ്ട്രാറ്റജിൻ്റെ ഒരു കൺക്ലൂഷനാണ്. ആക്ച്വലി ഇറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കോൺസെപ്റ്റാണ് മാർക്കറ്റിങ്ങിൽ. ബിക്കോസ് ഒരു പ്രൊഡക്റ്റിൻ്റെ സക്സസ് ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ് ഈ പ്രൈസിങ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈസിങ് സ്ട്രാറ്റജി എസ്പെഷ്യലി മാനേജേഴ്സിന് വളരെ വലിയൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു ഏരിയയാണ്. കാരണം പ്രൈസിങ്ങിൻ്റെ അനുസരിച്ച് കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ പ്ലേസ് ചെയ്യുന്നതും ഒക്കെ ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ ലക്ഷറിയസ് പ്രൊഡക്റ്റിൻ്റെ ഒരു പ്ലേസ്മെൻ്റ് ആവില്ല ഒരു ക്ലാസിക് ആയുള്ള ബേസിക് ആയുള്ള ഒരു പ്രൊഡക്റ്റിന് ഉണ്ടാവുക. അപ്പോൾ ഓരോ
കമ്പനികളുടെ ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സും അവരുടെ മാർക്കറ്റിംഗ് ക്യാപ്പബിലിറ്റിയും ഒക്കെ അനുസരിച്ചാണ്, അല്ലെങ്കിൽ അതുപോലെ മാർക്കറ്റ് സിറ്റുവേഷനും ഓരോ കൺട്രിയുടെ ഫിനാൻഷ്യൽ സിറ്റുവേഷനും ഇതൊക്കെ ബേസ് ചെയ്തിട്ടാണ് എന്തെങ്കിലും കമ്പനികൾ ഏത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏത് പ്രൈസിങ് സ്ട്രാറ്റജിയാണ് ഓക്കെ ആക്കേണ്ടത് എന്നുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ ഈ 2 വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ശ്രമിച്ചതും അതുതന്നെയാണ്. എന്തൊക്കെ തരത്തിലുള്ള പ്രൈസിങ് സ്ട്രാറ്റജീസ് ആണുള്ളത്, എന്തൊക്കെയാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, കാര്യങ്ങളൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ അഗെയിൻ നിങ്ങൾ വീഡിയോ കാണുക, അഭിപ്രായം കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടാം, അല്ലെങ്കിൽ എന്നെ ഡയറക്റ്റായി കോൺടാക്ട് ചെയ്യാം. ആൻഡ് വൺസ് അഗെയിൻ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.